ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ അജണ്ട അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് വികസിത കേരളമാണ്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നാളെ മുതൽ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും യാത്ര നടത്തുകയാണ്. അത് മെയ് 10 വരെ നീണ്ടു നിൽക്കും. അങ്ങനെ വികസനം മുൻനിർത്തി കേരളത്തിലെ ജനങ്ങളെ സമീപിച്ചാൽ ജനങ്ങൾ BJP സ്വീകരിക്കുമോ? അല്ല, രാജീവ് ചന്ദ്രശേഖറെ ഇപ്പം മുൻപ് പല സംസ്ഥാന അധ്യക്ഷന്മാരും വരികയും പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ കൊണ്ടുവന്ന കാര്യങ്ങൾ പലതുമുണ്ട്. അതൊന്നും അങ്ങ് തുടച്ചു മാറ്റിയല്ല, അതിൽ നിന്നുകൊണ്ട് തന്നെ പുതിയ പല കാര്യങ്ങളും കൂടെ ചേർത്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അല്ലാതെ അവരൊക്കെ മോശക്കാരാണ്, ഞാനിനിയും ചെയ്യാൻ പോകുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്. പഴയതിൽ നിന്നുകൊണ്ട് തന്നെ, അങ്ങനെയാണല്ലോ പാർട്ടി വളർന്നത് തന്നെ. ഇപ്പം നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നു. ആദ്യ സമയത്ത് പാർലമെൻറ്റിൽ 2 സീറ്റോ 3 സീറ്റോ ആയിട്ട് ഇരുന്നവരല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തന രീതിയാണ്. ആ ഒരു രീതിയാണ് ഇവരിവിടെയും കാണുന്നത്. കാരണം ഈ രാജീവ് ചന്ദ്രശേഖരനെ ഇങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്ന സമയം പറ്റിയ സമയമാണ്. 2 തെരഞ്ഞെടുപ്പാണ് മുമ്പിൽ കാണുന്നത്. 2 തെരഞ്ഞെടുപ്പിലെന്ന് പറഞ്ഞാൽ പ്രവർത്തനം അതിശക്തമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം. ഇദ്ദേഹം തന്നെ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ തന്നെ ഉണ്ട്, ഞാനിനി എങ്ങും പോകുന്നില്ല എന്ന്. പലരുടെയും സംശയം രാജീവ് ചന്ദ്രശേഖർ വലിയ കച്ചവടക്കാരനാണ്, ഇവിടെ അന്ന് പാർലമെന്റ് പ്രസ്താവന കുറച്ച് കൂടിപ്പോയെന്ന് സംശയമുണ്ട്. കാരണം കേരളത്തിൽ BJP അധികാരത്തിലെത്തിക്കാതെ താൻ മടങ്ങിപ്പോകില്ല എന്നൊരു പ്രസ്താവന. അതെ, ഇനി അത് നമ്മുടെ പണ്ട് സുരേന്ദ്രൻ 35 സീറ്റ് പിടിക്കും അല്ലേ, അപ്പം ഞങ്ങളായിരിക്കും എന്ന് പറഞ്ഞു. അത് ഇത്തിരിയൂടെ കടന്ന കൈയായിപ്പോയി. പിന്നെ കയ്യിലുണ്ടായിരുന്ന കക്ഷത്തിലുണ്ടായിരുന്ന ഒരെണ്ണം കൊണ്ടുപോയി കളഞ്ഞു കുളിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇവർക്ക് ആഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു തൂക്കുസഭയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും 2026. ഇതെങ്ങനെ? കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ സുരേന്ദ്രന്റെ പ്രസ്താവന എല്ലാം തമാശ രൂപേണയാണ് ജനങ്ങൾ കണ്ടത്. പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കേരളത്തിലെ ഒരു നിർണായക ശക്തിയായി BJP മാറുമെന്നൊരു പ്രസ്താവന വന്നിട്ടുണ്ട്. പക്ഷെ അത് കൃത്യമായിരുന്നു. 20% വോട്ടും, അതോടൊപ്പം തന്നെ ഈ തൃശ്ശൂരിൽ വിജയം, അതോടൊപ്പം തന്നെ ആറ്റിങ്ങിലും ആലപ്പുഴയും തിരുവനന്തപുരത്തെല്ലാം വലിയ മുന്നേറ്റം. അങ്ങനെ സുരേന്ദ്രൻ അവസാന ഘട്ടം പറഞ്ഞത് കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി രാജീവ് പറഞ്ഞതും കൃത്യമായി നടക്കുമോ? ഇതിനകത്ത് ഈ സുരേന്ദ്രനെ അവസാനം വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഒരു തമാശ പോലെ ആയിപ്പോയി. കാഴ്ചയിലൊക്കെ നല്ല ഒരു തമാശയ്ക്കും ഇടവരുത്തില്ല, പക്ഷേ നാവെടുത്തെല്ലാം പറയുന്നത് കുഴപ്പത്തിലാണ് എന്ന് എത്തുന്നത്. അല്ല, അതാണ് പറഞ്ഞത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അദ്ദേഹം പറഞ്ഞത് കൃത്യമായി നടന്നു. അത് നടന്നു. അതാണ് ഒരു ചെറിയ മുന്നേറ്റം ഉണ്ടായി കഴിഞ്ഞപ്പോൾ പറഞ്ഞതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ ഇവിടെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്, ഞാൻ ഇവിടെ അധികാരം പിടിച്ചിട്ട് ഇവിടുന്ന് പോവുകയുള്ളൂ. അധികാരം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പോകാൻ പറ്റത്തില്ലല്ലോ, ഇവിടെ നിൽക്കണം, നല്ല കാര്യങ്ങളുള്ളൂ. പിന്നെ അധികാരം പിടിക്കില്ല എന്നങ്ങനെ പറയാൻ പറ്റത്തില്ല നമുക്ക്. കാര്യം ഇപ്പോഴത്തെ നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കി വരുന്ന ആർക്കും മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്, കോൺഗ്രസ് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഈ പാതാള കുഴിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. BJPയുടെ സ്പേസ് വർദ്ധിപ്പിച്ചു കൊണ്ടുവരണം. പക്ഷേ ഇനിയിപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ചില കടമ്പകളൊക്കെ കിടക്കണം. അതായത് പിണറായി വിജയൻ തന്ത്രങ്ങൾ മെനയും, അതിൽ കാലനാണ്. അതിനെ തരണം ചെയ്ത് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. ഈ ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കുന്നതിന് വേണ്ടി ഒരു വലിയ ഹൈന്ദവ പ്രേമം കാണിക്കുന്നു. അതാണല്ലോ വെള്ളാപ്പള്ളിയെ വാനോളം വാഴ്ത്തിയത്. അപ്പോൾ ഒലിച്ചുപോയ ഒഴുകിപ്പോയ ഈഴവ വോട്ടുകൾ മുഴുവൻ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിന് വേണ്ടിയിട്ടാണ്. അത് കിട്ടിയ വോട്ടുകൾ അവിടെ നിർത്തണം, പുതിയതും കൂടെ കളക്ട് ചെയ്യണം എന്നുള്ള ഒരു കടമ്പയാണ് രാജീവിൻ്റെ മുമ്പിലുള്ളത്. അവിടെ രാജീവ് ഏത് തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതിനാണ് അദ്ദേഹം ഈ രാജീവ് ചന്ദ്രശേഖരന് മുമ്പ് ഉണ്ടായിരുന്നവർ ചെയ്തതാണ് ഈ ജില്ലകളെ വിഭജിച്ചത്, കൂട്ടിയത്. അപ്പോൾ അതിൽ നിന്നുകൊണ്ടാണ് രാജീവ് ഇപ്പോൾ ഒരു ജില്ലകളിലേക്ക് പോവുകയാണ്. പ്രത്യേകമായിട്ട് അവിടെ ഓരോരോ കൺവെൻഷനുകൾ കൂടുന്നു. ഇലക്ഷൻ്റെ പോലും ചുമതല ഏൽപ്പിക്കാൻ എന്ന വണ്ണമാണ് പ്രവർത്തനങ്ങൾ. ഇതിന് തുടക്കം കുറിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. അത് അടുത്ത ദിവസം തുടക്കം കുറിക്കുകയാണ്. അത് നല്ലതാണ്. ഇത്തരത്തിലുള്ളൊരു, എനിക്ക് തോന്നുന്നു മുമ്പ് ഒരു അധ്യക്ഷന്മാരും ചെയ്യാത്ത ചില നീക്കങ്ങളിലേക്ക്
ഇദ്ദേഹം അനാവശ്യ വിവാദങ്ങളില്ല, വലിയ പ്രഖ്യാപനങ്ങളില്ല, അതെ, ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുക. അതാണ് വേണ്ടത്. കാരണം അത്രയും ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലണം. കാരണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് വരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിത്തുടങ്ങണം. ആ റിസൾട്ട് കിട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നിയമസഭയിലേക്ക് എത്ര സീറ്റ് വരെ ഇവർക്ക് പിടിക്കാൻ കഴിയും. ഒന്നാം സ്ഥാനത്ത് വന്ന ഇടങ്ങളിൽ 11 ഇടങ്ങളിൽ നിലനിർത്താൻ കഴിയുമോ? രണ്ടാം സ്ഥാനം കിട്ടിയ 18 ഇടം അത് കൂട്ടിക്കൊണ്ടുവന്ന് ഒന്നാം സ്ഥാനത്ത് എത്തിക്കാൻ കഴിയുമോ എന്നുള്ളത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമെന്ന്. ഇത് താഴെത്തട്ടിൽ എത്രത്തോളം പ്രവർത്തനം നടക്കുന്നുണ്ട്, ഈ താഴെത്തട്ടിലെ പ്രവർത്തനം ഊർജിതമാക്കാനും അത് മനസ്സിലാക്കാനും ഈ ജില്ലകളിലേക്കുള്ള ഈ പര്യടനം സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഒരു വലിയ തന്നെ പ്രത്യേകിച്ച് മറ്റൊരു കാര്യം, ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ എങ്ങനെയായിരിക്കും BJPയുടെ വളർച്ച, പ്രത്യേകിച്ച് രാജീവിൻ്റെ തന്ത്രങ്ങൾ? ഇതിനകത്ത് സുരേഷ് ഗോപി ഈ ന്യൂനപക്ഷ സമുദായത്തിനോട് ക്രൈസ്തവരോടുമായിട്ടൊക്കെ വലിയ അടുപ്പം ഉണ്ട്. അതാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ നമ്മൾ കണ്ടതാണ്. ഇന്ന് തന്നെ ഈസ്റ്റർ ദിനത്തിൽ അദ്ദേഹം ബിഷപ്പുമാരുമായിട്ടൊക്കെ ഇരുന്ന് ഈസ്റ്റർ സദ്യ കഴിക്കുന്നു. അങ്ങനെ അതിൽ പങ്കാളിയായി മാറുന്നു. അത് അവർ കഴിഞ്ഞ ഈസ്റ്ററിനും ഒക്കെ തന്നെ ക്രിസ്മസിന് നരേന്ദ്രമോദി തന്നെ അങ്ങനെ ഒരു ക്രിസ്മസ് വിരുന്ന് തന്നെ ബിഷപ്പുമാർക്ക് വേണ്ടി നടത്തിയിട്ടില്ലേ? അപ്പോൾ ഈ ക്രൈസ്തവരുടെ ഇടയിൽ അതൊരു വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കണമെന്നാണ്. അതുപോലെ തന്നെ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം നരേന്ദ്രമോദി ഈ മാസം സൗദിയിൽ പോവുകയാണ്. 10 വർഷത്തിന് ഇടയിൽ 3-ാം തവണയാണ് മോദി പോകുന്നത്. ഹജ്ജ് തീർത്ഥാടനത്തിൻ്റെ കോട്ട കൂട്ടിയിട്ടുണ്ട്. ആ കോട്ട കൂട്ടിക്കിട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക, ഈ വക കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ അത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ മുസ്ലിം സമുദായത്തെയും നരേന്ദ്രമോദി സർക്കാർ ചേർത്ത് നിർത്തുകയല്ലേ ചെയ്യുന്നത്? എന്നിട്ട് ആണോ മോദിയെ ഹിന്ദുത്വ രാഷ്ട്രവാദി, മതഭീകരത എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്? അതുപോലെ തന്നെ ക്രൈസ്തവരെ കൂടെ ചേർത്ത് നിർത്തുന്നതിൽ ഷോൺ ജോർജിനും നല്ല പങ്കാളിത്തമുണ്ട്. ഇനി ഇവർ ചെയ്യേണ്ടത്, കാരണം അദ്ദേഹം മുനമ്പവുമായി ബന്ധപ്പെട്ടെല്ലാം വലിയ രീതിയിൽ ജനകീയനായി മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെ, ഇത്തരത്തിൽ കുറേ പേര് ഇവർ മുൻനിരയിലേക്ക് കൊണ്ടുവരണം. ഈ ക്രൈസ്തവരായിട്ടുള്ള ചിലവരുണ്ട്. ഇപ്പോൾ അൽഫോൻസ് കണ്ണന്താനം, PC ജോർജ്, ഷോൺ ജോർജ്, നമ്മുടെ IAS ജേക്കബ് തോമസ്, ഇവരെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവർക്ക് ജനങ്ങളിലേക്ക് അടുത്ത് ഇറങ്ങാനായിട്ട് സാധിക്കും. ഇപ്പം തെരഞ്ഞെടുപ്പിനെയൊക്കെ അഭിമുഖീകരിച്ച ആളാണ് അൽഫോൻസ് കണ്ണന്താനം. ഒരു തവണ CPM സ്വതന്ത്രനായിട്ട് മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ട്രാക്കൊക്കെ കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ഇത് കൂടുതൽ നേട്ടമുണ്ടാക്കി പോകാനായിട്ട് സഹായിക്കും. അപ്പോൾ എന്തായാലും ഈ രാജീവൻ്റെ ഈ യാത്ര എന്ന് പറയുന്നത് അത് ഏറെ ഗുണം ചെയ്യാൻ പോകുന്ന ഒന്നായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.